ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എ ലൈൻ കുർത്തി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. വീനക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ സ്ലീവ് നമ്മൾ അത്യാവശ്യം ലൂസിൽ കൊടുത്തിട്ട് താഴെ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ലീവിനും കൂടിയുള്ള മെറ്റീരിയൽ നമുക്ക് ഇതിന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം ഇത് 44 ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ ആദ്യം ഒന്ന് കാണിച്ചു തരാണ്. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് 2.5 മീറ്റർ നീളമുള്ള തുണിയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ വീതി വരുന്നത് 44 ഇഞ്ച്. അപ്പൊ ഈ 2.5 മീറ്റർ നീളത്തിന് നമ്മൾ നേരെ പകുതിയാക്കിയിട്ട് ഇതേപോലെ മടക്കി വെക്കുക. അപ്പൊ ഇവിടെ 1.25 മീറ്റർ കിട്ടും. ഇതിലേക്ക് ആ മീറ്റർ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് ഒരു 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 9 ഇഞ്ച് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് സ്ലീവിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണല്ലോ വരുന്നത്. നമ്മൾ ഇതിനെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടേക്ക് ഒരു ഫോൾഡ് വരും. ഈ ഫോൾഡ് വരുന്ന ഭാഗത്തിന് ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 9 ഇഞ്ച് നീളത്തിലാണ് വീതിയിലാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് 9 ഇഞ്ച് വീതിയുള്ള ഈ ഒരു തുണി ഇങ്ങോട്ട് നിന്ന് ഇവിടത്തേക്ക് 9 ഇഞ്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ്. കാരണം നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന 1 മീറ്റർ നീളം വരുമല്ലോ. അപ്പൊ ഇതിൽ 2 പീസ് ഉണ്ട് കണ്ടോ. ഇത് 1 മീറ്ററും ഇതൊരു മീറ്ററും. ഈ 1 മീറ്റർ അതന്നെ നമുക്ക് ഇതിന്റെ വീതി ധാരാളമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ബാക്കി വരുന്ന ഈ ഒരു 1/2 മീറ്റർ നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോ ഇങ്ങനെ ഫോൾഡ് വരുന്ന ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. അതായത് ഇതിപ്പോ എങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇതിൽ നമ്മളിങ്ങനെ ഇങ്ങനെ സ്ലീവിന്റെ കർവും അതേപോലത്തെ ഇതിന്റെ ലെങ്ത്തും എത്ര വേണ്ടത് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് ഇവിടുന്ന് മാറ്റി വെക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന ഈ 2 പീസുകൾ ഉണ്ടല്ലോ, ഇത് 1 മീറ്റർ നീളം വരുന്നുണ്ട്. 44 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഇങ്ങോട്ട് നീളം 44 ഇഞ്ചും വീതി 1 മീറ്ററാണ് വരുന്നത്. അത് ഇതേപോലെ സെന്ററിൽ ഇതേപോലെ മടക്കി ഇങ്ങനെ മടക്കി വെച്ചു. ഈ മടക്കി വെച്ച പോലെയാണ് ഞാൻ ഇപ്പൊ ഈ മെറ്റീരിയൽ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ 4 പീസായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഓപ്പൺ ആണ് വരുന്നത്. ഇതൊക്കെ ഓപ്പൺ വരുന്ന ഭാഗമാണ് കേട്ടോ. ഇതേപോലെയാണ് ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത്. ഇതാ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഓപ്പൺ ആണ് വരുന്നത്. ഈ ഭാഗത്താണ് ഫോൾഡ് വരുന്നത്. ഇതേപോലെയാണ് ഞാനിപ്പോ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലാണ് നമ്മളിങ്ങനെ ഷോൾഡർ അടയാളപ്പെടുത്തും. എന്നിട്ട് താഴേക്ക് നമ്മളിങ്ങനെ ആം ഹോൾ അടയാളപ്പെടുത്തും. അതിനുശേഷം നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അത് അടയാളപ്പെടുത്തും. അതേപോലെ വേസ്റ്റ് വരുന്ന ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തും. അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ ഇവിടുന്ന് നേരെ താഴേക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതുവരെ നമ്മൾ ഈ ഒരു ഇവിടുത്തെ കംപ്ലീറ്റ് ലെങ്ത്തും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലോ, ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഈ വേസ്റ്റ് ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മളെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ താഴെയുള്ള ഈ ഒരു വീതി ഉണ്ടല്ലോ, എത്ര വീതിയാണോ താഴത്ത് നമുക്ക് ആവശ്യമുള്ളത് അത്രയും വീതി എവിടെയാണുള്ളത് അതുവരെ നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എ ലൈൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ താഴത്ത് നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ചെരിച്ചിട്ട് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എ ലൈൻ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അതായത് വേസ്റ്റിന്റെ അവിടുന്ന് താഴെ വശം വരെ ഒരൊറ്റ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും നമ്മളിത് കട്ട് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടേക്കൊക്കെ വീതി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മളിത് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടേക്കൊക്കെ പൊള്ളച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് എ ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതേപോലെ നമുക്ക് ഇതിൽ മെഷർമെന്റുകൾ അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഷോൾഡർ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഷോൾഡർ നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ്. അതിന്റെ നേർപകുതി 7 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 7 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി ഇതിന്റെ താഴേക്ക് അതേ 7 ഇഞ്ച് തന്നെ ഞാൻ ആം ഹോൾ ആയിട്ടും എടുക്കുന്നുണ്ട്. അതായത് ഷോൾഡറിന്റെ നേർപകുതി 7 ഇഞ്ചാണ് ഞാൻ ആം ഹോളിന്റെ ലെങ്ത് ആയിട്ടും എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ 7 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്തി കൊടുത്തു.
ഇനി നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു തോളായിരിക്കും, ഷോൾഡറിന്റെ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ ഒരു ഇത് വരുന്നവർക്ക് എന്തായാലും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു ആം ഹോൾ അടയാളപ്പെടുത്താൻ. അതായത് ആം ഹോൾ ഇപ്പൊ 7 ഇഞ്ചാണ്. അപ്പൊ ആ ഒരു ഷോൾഡർ സ്ലോപ്പ് നിങ്ങൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1/2 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ആ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം കേട്ടോ. അത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിത് കുറവായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിൽ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട്, അതായത് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്ന എത്രയാണോ അത് നിങ്ങൾ ഇവിടെയും കൊടുക്കുക. ഞാൻ ഇതിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്കിതിന്റെ ചെസ്റ്റിന്റെ ആ ഒരു റൗണ്ട് 36 ഇഞ്ചാണ്. അപ്പൊ 36ന്റെ 4 ഭാഗം നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. 9 ഇഞ്ചാണ് 4 ഭാഗമായിട്ട് കിട്ടുന്നത്. അതിൽ കൂടി 1 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് 10 ഇഞ്ച് നമുക്ക് ഇവിടെ എടുക്കാം. 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായല്ലോ? ചെസ്റ്റിന്റെ റൗണ്ട് നമ്മൾ 36 ഇഞ്ചാണ് കറക്റ്റ് വരുന്നത്. അതിന്റെ 4 ഭാഗം 9 ഇഞ്ച് വരും. ആ 9 ഇഞ്ച് കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്കിതിന് സീം അലവൻസ് ആയിട്ട് ഞാൻ ഇവിടെ 1 ഇഞ്ച് മാത്രമാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ആ 1 ഇഞ്ചും കൂടി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ നമ്മൾ ഈ 7 ഇഞ്ചിന്റെ നേർ പകുതി എന്ന് പറയുന്ന 3.5 ഇഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിൽ നിന്ന് ഈ 1 ഇഞ്ചും പിന്നെ ഈ ഒരു ചെസ്റ്റിന്റെ പോയിന്റും വരുന്ന ഇതിലൂടെ നമുക്കിതൊന്ന് ഇതേപോലെ അടയാളപ്പെടുത്തിയെടുക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മളിതില് വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഇങ്ങോട്ടേക്ക് പിടിക്കുക. ഒരു 13.5 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് ഇതിലേതെങ്കിലും ഒരു അളവ്, അതായത് നമ്മളെ നീളമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 14 ഇഞ്ചിലെടുക്കാം. കുറച്ച് നീളം കുറവുള്ളവർക്ക് ഒരു 13.5 ഇഞ്ചിലൊക്കെ നമുക്ക് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 13.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. 13.5 ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 33 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ 33ന്റെ 4 ഭാഗം എടുക്കുക. ഇതേപോലെ ടേപ്പ് മടക്കി പിടിച്ചാലും മതി. അപ്പൊ 16.5 ഇഞ്ചും അതിന്റെ നേർപകുതി എടുക്കുമ്പോൾ നമുക്ക് 8.25 ഇഞ്ച് കിട്ടും. കണ്ടോ? 8.25 ഇഞ്ചാണ് നമുക്ക് 4 ഭാഗം കിട്ടുന്നത്. ആ 8.25 ഇഞ്ചിൽ കൂടി നമ്മൾ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 9.25 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ 9.25 ഇഞ്ചും പിന്നെ നമുക്ക് സീം അലവൻസ് 1 ഇഞ്ചും കൊടുക്കാം ഇതേപോലെ. ഇനി ഞാൻ ഇത് രണ്ടും തമ്മിൽ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനും ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ലൈനുമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് വരുന്നത് ഞാനിവിടെ 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് നെക്ക് വി നെക്കാണ് വരുന്നത്. അതിന്റെ 5 ഇഞ്ച് ഇറക്കം മതി. അപ്പൊ 5 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ആദ്യം വരച്ചു കൊടുക്കാം ഇതേപോലെ. ഇപ്പൊ നമുക്കൊരു വി ഷേപ്പ് കിട്ടി. പക്ഷെ ഇത് ഒന്നും കൂടി വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിപ്പോ 6 ഇഞ്ചാണ്. അതിന്റെ സെന്റർ നമ്മൾ 3 ഇഞ്ച് എടുക്കുക. ഈ 3 ഇഞ്ചിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കേട്ടോ. ഈ ലൈനിന്റെ സെന്ററിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിലൂടെ ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക, ചെറിയൊരു കർവ് ഷേപ്പ്. ഇതുപോലെയാണ് നമ്മൾ ഇതിന്റെ വീനക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇതിന്റെ വീനക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് നെക്ക് നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചാണ് ബാക്ക് നെക്ക് കൊടുക്കുന്നത് കേട്ടോ. ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ അത് ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് വേറെയും ഫ്രണ്ട് നെക്ക് വേറെ ആയിട്ടാണ് കട്ട് ചെയ്യുക. ഈ 3 ഇഞ്ച് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതൊരു ബോക്സ് പോലെ ആക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ നമ്മൾ ഇതിന്റെ നേർപകുതി 1.5 ഇഞ്ച്, അതായത് 3 ഇഞ്ച് ഇറക്കത്തിന്റെ നേർപകുതി 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ഈ 1.5 ഇഞ്ചിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതാണ് ബാക്ക് നെക്കിന്റെ ഷേപ്പ് കേട്ടോ. ഇത് ബാക്ക് നെക്കിന്റെ ഷേപ്പും ഇത് ഫ്രണ്ട് നെക്കിന്റെ ഷേപ്പുമാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ആ കട്ട് ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ നിന്ന് നമ്മളെ എ ലൈൻ ആണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ഏറ്റവും താഴെ വരെ നമുക്ക് എത്രയാണോ ഇതിന്റെ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് വരെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ആണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത് താഴത്തേക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഏറ്റവും അറ്റം വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ താഴെ വശത്തേക്കുള്ള ലെങ്ത് അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ആവശ്യമുള്ളത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ആ 44 ഇഞ്ചിന്റെ
അതിൽ കൂടി നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ മൂട്ടുമ്പോഴും പോകും. അതേപോലെ താഴെ വശം മടക്കിയെടുക്കാൻ 1 ഇഞ്ചും വേണം. അപ്പോൾ എനിക്കിവിടെ 44 ഇഞ്ച് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് 44 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു 1.5 ഇഞ്ചും കൂട്ടിയിട്ട് 45.5 ഇഞ്ചാണ് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇതിന്റെ മൊത്തത്തിലുള്ള ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ലെങ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ താഴെ വരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന്, ഇതാണ് നമ്മളെ വേസ്റ്റ് ഭാഗം വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ വേസ്റ്റ് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നേരെ ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഒരു കോൺ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ വരച്ചെടുക്കാം. കണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പേപ്പറിൽ. ഇതിൽ ചിലപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ നേരത്തെ കാണിച്ചു തന്നത്. ഇതേപോലെ നമ്മൾ നേരെ ഒരു വളവും തിരിവൊന്നും ഇല്ലാതെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നേരെ ഒരൊറ്റ വര വരച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് എ ലൈന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന്റെ താഴെ വശത്ത് നമുക്ക് സ്ലോപ്പ് ചെയ്തുകൊണ്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു മുകളിലേക്ക്. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിന്റെ ഈ സെന്റർ വരുമല്ലോ, അതായത് ഈ ഒരു തുണിയുടെ സെന്റർ ഭാഗം ഉണ്ടാവുമല്ലോ, ഈ സെന്റർ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു താഴെ വശം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എ ലൈൻ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ചെസ്റ്റ് അളവ് ഉണ്ടാവുമല്ലോ, ആ ചെസ്റ്റിന്റെ അവിടെ എത്രയാണോ വീതി വരുന്നത്, ഈ ചെസ്റ്റിന്റെ അവിടെ വരുന്ന വീതി ഉണ്ടാവുമല്ലോ, ആ വീതി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ താഴേക്ക് ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരച്ച ലൈനും വന്ന് നമുക്കൊരു 5 മുതൽ 6 ഇഞ്ച് വരെങ്കിലും ഈ ഒരു സൈഡിലേക്ക് വീതി വേണം കേട്ടോ. എന്നാലേ നമുക്ക് കാല് തട്ടിത്തടവില്ലാതെ നമുക്ക് വീതി കിട്ടുള്ളൂ. അതായത് എ ലൈൻ കുർത്തികൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെസ്റ്റിന്റെ ഇവിടെയാണല്ലോ അത്യാവശ്യം വീതി വരുന്ന ഒരു ഭാഗം. അപ്പൊ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ ലൈന് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു ലൈന് വരക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചെങ്കിലും നമുക്ക് വീതി വേണം. അതിൽ കൂടുതൽ കുറച്ചായാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടേക്ക് ഒരു 5ഓ 6ഓ ഇഞ്ചെങ്കിലും വീതി എടുത്താലുള്ളൂ നമുക്ക് തട്ടിത്തടവില്ലാതെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ താഴേക്ക് തീരെ വീതി ഇല്ലാതായി പോകട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു അളവുണ്ടല്ലോ, ഈ ഒരു അളവ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് പോലെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈന് വരക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എത്ര ഇഞ്ച് വീതി വരുന്നുണ്ട് നോക്കുക. അതായത് ഞാനിവിടെ ടോപ്പിൽ കട്ട് ചെയ്തപ്പോൾ എനിക്ക് 10 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു 11 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു 6 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. മൊത്തത്തിൽ ഒരു 17 ഇഞ്ച് നമുക്ക് ഇവിടെ വീതി വരണം. അപ്പോഴുള്ളൂ നമുക്ക് ഈ ഒരു ഇത് കുറച്ച് ലൂസിൽ ഇങ്ങോട്ടേക്ക് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാലിന്റെ അവിടേക്ക് ഇടുങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ എ ലൈൻ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചെസ്റ്റ് വീതിനേക്കാളിലും ഇങ്ങോട്ടേക്ക് ഒരു 6 ഇഞ്ചെങ്കിലും കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഞാൻ ഇതിന്റെ നെക്ക് കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ 3 ഇഞ്ച് വീതിയിലാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത്. അതേപോലെ 3 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ ബാക്ക് നെക്കിന് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന നെക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടും വേറെ വേറെ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അത് ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ആദ്യം ഒരുമിച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. പിന്നീട് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണി ഒന്ന് മാറ്റിയിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സെയിം സാധാരണ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ആ വരച്ചതിൽ കൂടി ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലൈനിലൂടെ പിന്നെ താഴെ വശം വരെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിട്ടോ. ശരിക്കും നമുക്ക് ഇതിന് 2 മീറ്റർ തുണി മതി. സാധാരണ ഒരു കൈയൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കൈ എടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു മാത്രം, കാരണം ഇവിടെ ഓപ്പൺ വരുന്ന ആ ഭാഗമാണല്ലോ. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ഇങ്ങനെ ആം ഹോളും അതേപോലെ തന്നെ ഇങ്ങനെ ഇതിന്റെ ലെങ്ത്തും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് സ്ലീവ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനിത് ജോയിനിങ് ഇല്ലാത്ത സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ആ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസ് മാറ്റി വെച്ചത്. ചെറിയ സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹാഫ് സ്ലീവ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഫുൾ സ്ലീവ് വരെ ഇതിന് കിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ജോയിനിങ് വരുന്നു മാത്രം. കൈയിന്റെ സെന്ററിൽ ഒരു ജോയിനിങ് വരും, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മീറ്റർ തുണി തന്നെ ധാരാളമാണ്. ഒരു 45-44 ഇഞ്ച് വീതിയെങ്കിലും നീളം നിങ്ങൾ വീതിയുള്ള തുണി എടുക്കുമ്പോൾ 2 മീറ്റർ തുണി മതി ഈ ഇലയിനെ കുർത്തി ചെയ്യാൻ കേട്ടോ. സ്ലീവ് ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 മീറ്ററും കൂടി എക്സ്ട്രാ എടുക്കുക സ്ലീവിന് വേണ്ടിയിട്ട്.
ഇപ്പൊ ഞാനിത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പീസ് മാറ്റുകയാണ് കേട്ടോ. അതായത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ബാക്ക് വശത്തേക്കുള്ള ആ ഒരു പീസ് മാറ്റി ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ വീണ്ടും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ നമ്മൾ വി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വി ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ നമുക്ക് ഇവിടെ വീനക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലുള്ള ഒരു വീനക്കാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് വൃത്തിയിൽ വരുള്ളൂ. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വീനെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു വീനെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ ഒരു ബാലൻസ് വന്ന പീസ് ഉണ്ടല്ലോ, നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് സ്ലീവ് ആക്കി മാറ്റാന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് തന്നെ നമുക്ക് ഇതിന്റെ നെക്ക് മറിച്ച് തയ്ക്കാനുള്ള പീസ് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള പീസ് നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പൊ നമ്മള് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തല്ലോ, അതിങ്ങനെ നേരെ പകുതിയാക്കിയിട്ട് നമ്മൾ രണ്ടാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതേപോലെ മടക്കി കൊടുക്കാം. ഞാൻ ഈ ബോർഡർ എടുക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ഒരു സ്ലീവിന് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ട് സ്ലീവിനും കൂടെ ഉള്ള ബോർഡർ ഇതിലില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോർഡർ വരുന്ന ഭാഗത്തിൽ യൂസ് ചെയ്യുന്നില്ല. ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മളിത് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതാ ഒരു സ്ലീവിനുള്ളത് ഇതും ഒരു സ്ലീവിനുള്ളത് ഇതും, അങ്ങനെ രണ്ട് പീസ് ഇതിലുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിന്റെ ആം ഹോൾ ആണ് ഈ വരുന്നത്. അപ്പൊ ഈ ആം ഹോൾ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കാം. ഇതിന്റെ ലെങ്ത് നമുക്കൊന്ന് അളവെടുക്കാം കേട്ടോ. അതായത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അളവെടുക്കുക. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകും. അപ്പൊ ആ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിത് ഇങ്ങനെ അളവെടുത്ത് വരാന്. ഇതേപോലെ ടേപ്പ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അളവെടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു 9.5 ഇഞ്ച് 9.25 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു 9.25 ഇഞ്ച് ലെങ്ത് കിട്ടണം നമ്മുടെ ഈ ഒരു ആം ഹോളില്. ഇപ്പൊ ഞാനിവിടെ ഒരു 9 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, 9 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പൊ ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 3 ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി, താഴെ വശത്താണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കണം. സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കർവ് ഒക്കെ വരുന്നതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാതും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ആ ഒരു 9.25 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇതേപോലെ അളവെടുത്ത് നോക്കുക. ഇപ്പൊ 9.25 ഇഞ്ച് വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് അവിടെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് 9.25 ഇഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. 19 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത്. 19 ഇഞ്ച് വേണം എനിക്ക് സ്ലീവിന്റെ ലെങ്ത്. ഇനി അതിൽ കൂടി ഇതിന്റെ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് പോകും. അപ്പൊ നമുക്കൊരു 1/2 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ താഴെ വശത്ത് ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ചെങ്കിലും നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണം. നമ്മളിവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇടുന്ന ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ കയറി നിൽക്കും. ഇലാസ്റ്റിക് ആവുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ താഴെ വരെ നിൽക്കൂല. നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഒന്നിങ്ങനെ കയറിയിട്ടേക്കാരം, ഒന്നിങ്ങനെ വലിഞ്ഞൊന്ന് മേലോട്ട് ഒന്നിങ്ങനെ കയറി നിൽക്കും കുറച്ച്. അപ്പൊ 1/2 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ മൊത്തത്തിൽ 2 ഇഞ്ച് ഇതിന് എന്തെടുക്കുന്നുണ്ട്, നീളം തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ച് നീളം കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് എത്ര ഇറക്കാണോ വേണ്ടത് ആ ഇറക്കത്തിന്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടിയും എക്സ്ട്രാ കൂട്ടിയിട്ട് എടുക്കുക. അത്ര ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കറക്റ്റ് തയ്ച്ചു വരുമ്പോൾ ആ ഒരു 19 ഇഞ്ച് നമുക്ക് ഇറക്കം എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇത് ബലൂൺ സ്ലീവ് പോലെ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ ഷേപ്പ് അടയാളപ്പെടുത്തുന്നില്ല. ഈ ഒരു സ്ലീവ് റൗണ്ട് ഇവിടെ മാത്രം, അതായത് നമ്മളെ കൈയിന്റെ ഈ ഒരു ഷോൾഡറിന്റെ അവിടുന്ന് താഴേക്ക് കുറച്ച് താഴേക്ക് വരുമല്ലോ, ആ ഒരു ഭാഗത്ത്, അതായത് ഒരു ഏകദേശം ഒരു 5 ഇഞ്ച് താഴേക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്കൊരു 7.5 ഇഞ്ച്, അതായത് 15 ഇഞ്ചാണ് കേട്ടോ ഇവിടുത്തെ റൗണ്ട്. കുറച്ച് ലൂസിൽ ഞാൻ അളവെടുത്തതാണ് 15 ഇഞ്ച്. അപ്പൊ ആ ഒരു 15 ഇഞ്ചാണ്, ഒരു 7.5 ഇഞ്ച് ഇവിടെ വരുന്നുണ്ട്. 15 ഇഞ്ചിന് നേർ പകുതി 7.5 ഇഞ്ച്, അത് ഞാൻ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ആ ഒരു 7.5 ഇഞ്ചും തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂട്ടിയിട്ട് 8.5 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ആ 8.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ താഴെ വശത്തും ഞാൻ അതേ 8.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. അല്ലാതെ ഈ സ്ലീവിന് ഞാൻ പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വെക്കണം. അത്യാവശ്യം ലൂസിൽ തന്നെയാണ് ഈ സ്ലീവ് വേണ്ടത്. കുറച്ച് ടൈറ്റ് ഉള്ള സ്ലീവ് വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ഒന്ന് ചെരിച്ചിട്ടൊന്ന്
ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. താഴെ വശത്തേക്ക് ഇത്രക്ക് വീതി വേണ്ടാന്നുള്ളവർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ ഇവിടെ അത്യാവശ്യം ലൂസ് ഉണ്ടാവും ചെയ്യും, നല്ല ഇതിൽ കിടക്കൂല. അതേപോലെ ഇവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു വീതി ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് ജസ്റ്റ് ഒരു ചെരിഞ്ഞിട്ടൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെരിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ലൂസും വീതിയും വേണമെന്നുള്ളവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇവിടെ വീതി നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വീനക്ക് ഒന്ന് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീനക്ക് ഈ ഒരു വശത്ത് കൂടെ ഇത്രേ ഉള്ളൂ കേട്ടോ വരിക. ഇവിടെ നിന്നിട്ട് ഒരു 2 ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഈ തുണി. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഇതിന്റെ നല്ല വശം വെച്ചു കൊടുക്കാം. ഇതാണ് ഇതിന്റെ നല്ല വശം വരുന്നത്. ഇത് ഇതിന്റെ ചീത്ത വശമാണ്. അപ്പൊ ഈ നല്ല വശം ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് 4 ഇഞ്ച് വിട്ടിട്ട് ഇതിലൂടെ ഒന്നിങ്ങനെ തയ്ച്ചെടുക്കാം. ഈ ഒരു വീനക്കിന്റെ കറക്റ്റ് ആകൃതിയിൽ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. കോട്ടന്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് പിന്നൊന്നും ചെയ്ത് വെക്കാത്തത്. നിങ്ങൾക്ക് സ്ലിപ്പായി പോകുന്ന എന്തെങ്കിലും തരം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതല്ല കോട്ടന്റെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ആദ്യം ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ വി വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയതിന് ശേഷം നമ്മളൊന്നിങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് ചെരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും 4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് തയ്ച്ചു പോരുകയാണ്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മളൊന്ന് കെട്ടിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തതിന്റെ ഒപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു കോണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു വി കട്ട് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ, പക്ഷെ ആ നൂലിൽ തട്ടരുത്, എന്നാൽ നൂലിനോട് അടുപ്പിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ കേട്ടോ. ഇതേപോലെ ഒരു വി കട്ട് ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഇതിനൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ മറിച്ചെടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇതിന്റെ ഈ ഒരു താഴെ വശം ഉണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഇതേപോലെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ ഈ ഒരു അറ്റം. ഇനി നമുക്കിത് ഇങ്ങനെ മറിച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കറക്റ്റ് ആക്കി മറിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിന്റെ തെല്ലിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. കോണ് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ നമ്മൾ വീനക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് മറിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇപ്പുറത്ത് കൂടെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ ഒരു വി ആയി തന്നെ നമ്മളൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ പ്രിന്റ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് അതല്ല നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഉള്ളിലുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നൂല് സൂചി ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ വീനക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വശത്തുള്ള നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ അതിന് ഞാൻ ഒരു ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് റൗണ്ട് നെക്കാണല്ലോ വരുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് മറിച്ച് തയ്ക്കുന്നത്. അതും ഇതിന്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട്. നമ്മൾ ബാലൻസ് വന്ന മെറ്റീരിയൽ നിന്നാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ചീത്ത വശത്ത് ഇതിന്റെ നല്ല വശം വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി ഇത് മറിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല വശം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന്റെ നല്ല വശം ഈ ചീത്ത വശത്തേക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ട് മാത്രം ഇവിടെ തയ്ച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരിയായ രീതിയിൽ ക്രോസ് ആയിട്ട് തന്നെ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴുള്ള ഇങ്ങനെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഇത് 1 ഇഞ്ചിൽ കൂടുതൽ വീതിയൊന്നും എടുക്കരുത്. കറക്റ്റ് 1 ഇഞ്ച് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴുള്ളൂ നമ്മളെ ക്രോസ് നെക്ക് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചുളുക്ക് വീണ പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മറിച്ചിട്ട് തയ്ക്കുന്ന ടൈമിൽ നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ടിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മളിത് തയ്ക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ ചുളിവ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ക്രോസ് പീസിന്റെ വീതി 1 ഇഞ്ച് കൂടുതലാവരുത്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിന്റെ നല്ല വശത്തേക്ക് ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഇനി ബാലൻസ് വന്ന ഈ ഒരു പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പത് നല്ല വൃത്തിയിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഇതിനൊക്കെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോ ഇവിടെ ചുളിവൊന്നും വരാതെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ക്രോസ് പീസിന്റെ വീതി കൂടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി താഴേക്കായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ശരിയായ രീതിയിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ ചുളിവ് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസിന്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ 2 ഷോൾഡറും ഒപ്പം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിന്റെ ഷോൾഡർ ഒന്ന് ഇതിന്റെ ബാക്ക് വശത്തേക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്തില്ല അത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 സൈഡിലും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ജോയിൻ ചെയ്തത് പുറത്തേക്ക് ഇങ്ങനെ തുറച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ സ്ലീവിന്റെ സെന്ററിൽ നമ്മൾ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിരുന്നല്ലോ, ഇതിന്റെ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പൊ ആ ഒരു സെന്റർ ഭാഗവും ഷോൾഡറിന്റെ ഈ ഒരു കറക്റ്റ് സെന്ററും ഒരുമിച്ചിട്ട് വെക്കുക. ഇതിന്റെ നല്ല വശം ഇതേപോലെ ചേർത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പോരുക.
സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോഴുള്ളൂ നമ്മളെ സ്ലീവ് രണ്ട് സൈഡിലേക്കും കറക്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഒരറ്റത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ ചിലപ്പോൾ ഈ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് നെക്ക് ചിലപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സ്ലീവിന്റെ സെന്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു അറ്റം വരെ നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത്. പിന്നീടാണ് നമ്മൾ അപ്പുറത്തെ സൈഡ് തയ്ച്ചെടുക്കുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത സമയത്ത് ആ ഒരു 9.25 ഇഞ്ച് കറക്റ്റ് വരുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്തത്. ഈ ഒരു അറ്റം വരുന്ന ടൈമിൽ രണ്ട് പീസും കണ്ടോ ഒരുമിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ആം ഹോളിന്റെ അളവെടുത്തിട്ട് കട്ട് ചെയ്തിരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ടൈമിൽ ഒരു 9.25 ഇഞ്ച് ആം ഹോൾ അളവെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ അതിലും വരുന്നുണ്ടോ എന്ന് നോക്കിയത്. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ലീവോ അല്ലെങ്കിൽ ആം ഹോളോ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഒന്ന് കയറിയിട്ടോ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കണ്ടാവുക. ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിവിടെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിന്റെ അറ്റത്ത് ഇലാസ്റ്റിക് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വശത്ത് എങ്ങനെ തയ്ക്കുന്നത് നോക്കാം. താഴെ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അര ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്വശം 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിന്റെ വീതി എത്രയാണോ അതിൽ കൂടി ഒരല്പം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് തയ്ച്ചു കൊടുക്കാൻ. ഇതിൽ 8 ഇഞ്ച് വീതിയുള്ള 8 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ വീതി വരുന്നത് കേട്ടോ. ഇലാസ്റ്റിക്കിന്റെ വീതി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ലീവിന്റെ അറ്റത്ത് 8 ഇഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ അറ്റത്ത് റൗണ്ട് വരുന്നത് കേട്ടോ ഇലാസ്റ്റിക് ആവശ്യമുള്ളത്. അപ്പൊ അതിൽ കൂടി 1 ഇഞ്ചും കൂടി ഞാൻ തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട്. കാരണം നമ്മൾ 1/2 ഇഞ്ച് താഴെ വശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പൊ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, പകരം ഇവിടെ ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇലാസ്റ്റിക് അതിന്റെ ഉള്ളിൽ വെച്ച് തയ്ച്ചതിന് ശേഷം ഇത് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത മറ്റേ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 9 ഇഞ്ച് തന്നെ ഇങ്ങോട്ടേക്കും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിലൊന്നും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ശേഷം നമ്മൾ ഈ സ്ലീവ് ഇപ്പൊ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയാലോ. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഈ ഒരു സൈഡ് നമുക്ക് അതൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു അറ്റത്ത് നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എലാസ്റ്റിക് നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഇലാസ്റ്റിക്കിൽ തട്ടാതെ വേണം കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാണ്. അങ്ങനെ ഈ ഒരു അറ്റം വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ കേട്ടോ ഈ ഒരു അറ്റം വരെ. ഇവിടെ നിന്ന് കെട്ടിയിട്ട് നിർത്താം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഇതിങ്ങനെ വലിക്കുക. കണ്ടോ, ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. 9 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയത് ഇവിടെയാണ്. അപ്പൊ ഇത് ഇതിന്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടോ 9 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു അടയാളം ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും കണ്ടോ ഇലാസ്റ്റിക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ സ്ലീവിന്റെ ഇലാസ്റ്റിക് മറ്റേ സ്ലീവിലും ഇതേപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം. രണ്ട് സ്ലീവ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ എല്ലാ ഭാഗത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. അപ്പൊ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ട് ഇതിൽ കൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാണ് കേട്ടോ. ഇലാസ്റ്റിക്കിന്റെ ആ ഒരു അറ്റത്ത് മാത്രം ഞാൻ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ 1 ഇഞ്ച് വിട്ടിട്ടാണ് ഇത് തയ്ച്ചു പോരുന്നത്. ഇനി നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നൊന്നുമില്ല. ഇവിടെ 1/2 ഇഞ്ച് മാത്രം വിട്ടിട്ടാണ് ഇപ്പൊ ഞാൻ തയ്ക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെരിച്ചിങ്ങനെ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം.
ആം ഹോളിന്റെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടത് ഇവിടെ കാണുന്നുണ്ട്. ഇതേപോലെ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ആം ഹോളിന്റെ ഭാഗത്ത് എത്തുമ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ഒരു ആം ഹോൾ ജോയിൻ ചെയ്ത് കൊടുത്ത ആ പീസ് അതിങ്ങനെ ഇപ്പുറത്തേക്ക് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ടേക്ക് മറിച്ചിടുക കേട്ടോ. അതായത് സ്ലീവിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അങ്ങനെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ചെസ്റ്റിന്റെ അവിടുന്ന് വേസ്റ്റിന്റെ അതുവരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു വേസ്റ്റിന്റെ ഇവിടുന്ന് താഴോട്ടേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ പിന്നെ നമ്മളിതിങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതായത് വീതി കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ വീതി കുറച്ച് കൊണ്ടുവരാണ്. ഇതേപോലെ ഇങ്ങനെ വീതി കുറച്ചു. അപ്പൊ നമ്മളൊരു 1/2 ഇഞ്ച് വീതിയിലേക്ക് ഏകദേശം എത്തിട്ടോ. ഇനി ആ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇതിന്റെ താഴെ വശം വരെ പോരുന്നത്. അതായത് നമ്മൾ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ചെസ്റ്റിന്റെ ഇവിടെയൊക്കെ നമ്മൾ 1 ഇഞ്ച് വീതിയാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിന്റെ അവിടെയും നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിന്റെ അവിടുന്ന് താഴേക്കൊരു നമ്മളൊരു 8 ഇഞ്ചോളം നമ്മൾ അതേപോലെ 1 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരാൻ കേട്ടോ. ഒരു 8-10 ഇഞ്ച് വരെയൊക്കെ നമുക്ക് താഴേക്ക് 1 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കാം. അവിടുന്ന് നമ്മൾ താഴേക്ക് എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. 1/2 ഇഞ്ച് സീം അലവൻസ് ആണ് നമുക്ക് ഏറ്റവും അറ്റത്തെത്തുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. സ്ലീവ് കംപ്ലീറ്റ് നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും താഴെ വശത്ത് വരുമ്പോൾ ഇതിന്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ താഴെ വശം നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ ഇതേപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതിന്റെ താഴെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ താഴെ വശം നമ്മളൊന്ന് ചെരിച്ചിട്ടാണല്ലോ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടിയില്. അതായത് താഴെ നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് ഒരു ചെരിവായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ചെരിഞ്ഞ ഭാഗം നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നേരെ അങ്ങോട്ട് മടക്കി പോവല്ല ചെയ്യേണ്ടത്. അടിയത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് നമ്മൾ വിരൽ കൊണ്ടൊന്ന് വലിച്ച് നീട്ടി പിടിക്കുക. മുകളിലുള്ള ഈ ഒരു പീസ് കുറച്ച് ലൂസാക്കി കൊടുക്കുക. ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഈ മുകളിൽ വരുന്ന പീസ് നമ്മൾ കുറച്ച് ലൂസാക്കി പിടിക്കും. ഈ ഒരു കൈ കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ വലിച്ച് പിടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിത് ചുളിവില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ചെരിഞ്ഞ ഭാഗങ്ങൾ വരുന്ന കട്ട് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അടിവശത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് അടിയത്തെ പീസ് ഒന്ന് വലിച്ചു പിടിക്കുക. മുകളിലത്തെ ഈ ഒരു പീസ് കുറച്ച് ലൂസാക്കിയിട്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ താഴ്വശം സ്റ്റിച്ച് ചെയ്താൽ ചുളിവില്ലാതെ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് ഈ ഒരു സെന്റർ ഭാഗം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വലിക്കുന്നത് നിർത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ ഏകദേശം സെന്ററിലെത്തി. അപ്പൊ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മൾ താഴെ വശത്ത് ഈ അടിയത്തെ പീസ് ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇനി ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴും അതേപോലെ നമ്മൾ ഒന്ന് വലിച്ചിട്ട് മുകളിൽ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് തയ്ച്ചു പോരുക. താഴത്തെ ഈ ഒരു പീസ് ഇവിടെ വലിച്ചു കൊടുക്കുക. മുകളിലുള്ള പീസ് നമ്മൾ ഒന്നിങ്ങനെ ലൂസാക്കി വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചു പോരുക. അങ്ങനെയാണ് ഈ ഒരു സൈഡിലേക്ക് എത്തുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ വശം കണ്ടോ, നല്ല ചുളിവൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഒന്ന് താഴത്തെ ആ ഒരു പീസ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. ഇത് ഈ സൈഡിലേക്ക് വരുന്ന ഭാഗമാണ്. അവിടെ ഒന്നും ഒരു ചുളിവും ഇല്ലാതെ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് റൗണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ വീനൊക്കെ കൊടുത്തിട്ടുള്ള എ ലൈൻ കുർത്തി സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ സ്ലീവിന്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിലേക്ക് ഇതേപോലെ നല്ല ഫ്ലെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എ ലൈൻ കുർത്തി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.